നമുക്കൊരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? നമ്മുടെ കേരളക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ചക്ക. ആ ചക്കയുടെ കുരു വെച്ചിട്ട് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പ്രീത ചേച്ചി, പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് ചക്കക്കുരുവും മാങ്ങ മുരിങ്ങയ്ക്ക. ഇത് മൂന്നും കൂടി ഇട്ടാണ് ഞങ്ങൾ സാധാരണ കൂടുതൽ ആൾക്കാർ വെക്കണം കേട്ടോ. പിന്നെ ചക്കക്കുരു മാങ്ങയും തന്നെ വെക്കും, പിന്നെ ചക്കക്കുരുവും ഇതിൻ്റെ കൂടെ ചെമ്മീനുള്ളവർ ചിലർ ചെമ്മീനിട്ടൊക്കെ വെക്കും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. ചക്കക്കുരുവിൻ്റെ ഗുണം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. യാതൊരു വിഷവും ഇല്ലാത്ത ഏക സാധനം എന്ന് പറയുന്നത് ചക്കക്കുരു ഉള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചിരണ്ടുമ്പോൾ അതിൻ്റെ ഒത്തിരി ആ തവിട്ട് കളറുള്ളത് മൊത്തം ചിരണ്ടി കളയരുത്. കാരണം അത് കുറച്ച് നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പറയണു. എനിക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ കഴിച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഞങ്ങൾക്ക് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല നല്ല ആരോഗ്യത്തോടെ അന്നത്തെ കാലത്തെ എല്ലാവരും തന്നെ ഇതൊക്കെ കണ്ടു. ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മുരിങ്ങയ്ക്ക ചീകി എന്നിട്ട് ഒരു പൂള് മാങ്ങ എടുക്കണം. ഒത്തിരി എടുക്കരുത് കേട്ടോ. മിക്കവാറും പുളി ഒത്തിരി ഉണ്ടാവും. ഞാൻ കുറച്ച് ചക്കക്കുരുവല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അതിന് പാകത്തിനുള്ള മാങ്ങയും മുരിങ്ങയ്ക്കായും ഇട്ടു. നമ്മളിത് നന്നായിട്ട് ഒരുക്കി എന്നിട്ട് കഴുകി വാരി കുക്കറിലിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നേക്കയ്ക്ക് മുകളിലൊരു വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ട് നമ്മളൊരു 3-4 വിസിലടിപ്പിക്കുക. കാരണം ചക്കക്കുരു നന്നായിട്ട് വെന്തോട്ടെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉടച്ച് കഴിയുമ്പോൾ നല്ല കൊഴുപ്പിന് കിട്ടും. അപ്പോൾ അത് അടുപ്പത്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് അതിനുള്ള ചേരുവ എടുക്കണം കേട്ടോ. തേങ്ങ ചിരണ്ടി എടുക്കണം, പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി വേണം, ഇച്ചിരി മല്ലിപ്പൊടി എടുക്കണം, ചുമന്നുള്ളി എടുക്കണം, 2 ചുള വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമുള്ളൊരു ഇച്ചിരി കൂടുതൽ എടുത്തു കേട്ടോ. എനിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുള്ളൂ. പിന്നെ കാന്താരി മുളക് ഇത് കൂട്ടി നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക. അന്നേരത്തിന് എന്ത് ചെയ്യും, നമ്മുടെ ചക്കക്കുരു വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് മുരിങ്ങയ്ക്ക നമ്മൾ പിറക്കിയെടുക്കണം. അതിന് വെച്ചാൽ മുരിങ്ങയ്ക്ക അതിനകത്തിട്ട് നമ്മൾ ഉടച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് അതിൻ്റെ ആ മാംസമുള്ളതെല്ലാം പോയിട്ട് നാര് പോലെ ഇരിക്കും. പക്ഷേ നമുക്ക് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ മാംസമുള്ള ഭാഗം നമ്മൾ കടിച്ചിട്ടിങ്ങനെ വലിച്ചെടുക്കൂലേ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് മുഴുവൻ വെള്ളം ഒഴിക്കില്ല. പുളിയുടെ അനുസരിച്ച് നമ്മൾ ആ വെള്ളം ഒഴിക്കുക. പുളി ആവശ്യത്തിന് പാകത്തിനാക്കുക. എന്നിട്ട് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് കടുക് വറുത്തൊഴിക്കണം. അപ്പോൾ കടുക് താളിക്കുമ്പോൾ അതിനകത്ത് ഉലുവയിട്ട് വേണം കടുക് താളിക്കുക. ആദ്യം ഉലുവ ഇടുക, പിന്നെ കടുകിടുക, പിന്നെ നമ്മൾ ചുമന്നുള്ളി, കരിയാപ്പല, വത്തലമുളക് ഇതൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതും കൂടി ഒഴിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.